بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. والذين آمنوا بالله ورسله ولم يفرقوا بين أحد منهم أولئك سوف يؤتيهم أجورهم وكان الله غفورا رحيما. ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രിയങ്കരനായ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം വഴിപ്പെട്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ കഴിവിൻ്റെ പരമാവധി ബഹുമാന പുരസ്സരം പിന്തുടർന്ന് മുത്തഖികളായി ജീവിക്കാൻ, മുത്തഖികളായി മരിക്കാൻ, മുത്തഖികളോടൊപ്പം കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ ഇടയാകുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് നമുക്കറിയാം. നമ്മൾ മദ്രസാ പാഠപുസ്തകങ്ങളിൽ നിന്ന് തുടങ്ങിയതാണ് ഈമാൻ കാര്യങ്ങൾ 6. 1 അള്ളാഹുവിലുള്ള വിശ്വാസം, 2 മലക്കുകളിലുള്ള വിശ്വാസം, 3 വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, 4 പ്രവാചകന്മാരിലുള്ള വിശ്വാസം, 5 അന്ത്യദിനത്തിലുള്ള വിശ്വാസം, 6 നന്മയും തിന്മയുമായി ജീവിതത്തിലുണ്ടാകുന്നതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കണക്കും ഖദറും അനുസരിച്ചാണ് എന്ന ഖദറിലെ വിശ്വാസം. ഇതിൻ്റെ ഓരോന്നിൻ്റെയും വിശദാംശങ്ങൾ നമ്മൾ വളർന്നു വരുന്നതിനനുസരിച്ച് മദ്രസയിൽ നിന്നും മറ്റ് സംവിധാനങ്ങളിൽ നിന്നും മതപഠന സംരംഭങ്ങളിൽ നിന്നുമൊക്കെ മനസ്സിലാക്കിയവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവതയെ വഴി നടത്താൻ കണ്ട വഴിയാണ് മലക്കുകളിലൂടെ പ്രവാചകന്മാർക്ക് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുക എന്നത്.
മലക്കുകളെക്കുറിച്ച് നമുക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല. വേദഗ്രന്ഥങ്ങളെക്കുറിച്ചും നമുക്ക് വലുതായിട്ടൊന്നും അറിയില്ല. പക്ഷെ വേദഗ്രന്ഥങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമുക്കറിയാം. ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്നത് തൗഹീദും തദനുസാരിയായ ജീവിതവും വഴി മനുഷ്യനെ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരാക്കി പരലോകത്ത് സ്വർഗാവകാശികളാക്കുക എന്നതാണ് വേദഗ്രന്ഥങ്ങളുടെ ലക്ഷ്യം. ആ വേദഗ്രന്ഥങ്ങൾ വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ കുറിച്ചാവട്ടെ നമുക്ക് കേവലമായ ധാരണക്കപ്പുറമുള്ള ചിലതൊക്കെ അറിയാം. അവർ സത്യസന്ധരായിരുന്നു, അവർ വിശ്വസ്തരായിരുന്നു, അവർ മാതൃകായോഗ്യരായിരുന്നു, അവർ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാത്തവരായിരുന്നു, അവരെല്ലാവരും മഅസൂമുകളാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അക്കൂട്ടത്തിൽ പ്രധാനമായി പറയേണ്ടുന്ന ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ മുഴുവനും നിയോഗിച്ചത് നമ്മൾ അവരെ അനുസരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ്. പ്രവാചകന്മാരുടെ കണക്കെത്രയുണ്ടെന്ന് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി നൽകിയത് അവർ 1,00,000-ലധികമുണ്ട് എന്നാണ്. നമുക്കറിയാവുന്ന ചില കാര്യങ്ങളാണ്. അവർ 1,00,000-ലധികമുണ്ട്. അവരിൽ 313 പേർ മുർസലുകളാണ്. പ്രവാചകന്മാരെക്കാൾ നബിമാരെക്കാൾ അല്പം കൂടി പദവി ഉയർന്നവരാണ് മുർസലുകൾ. ആ മുർസലുകളിൽ 25 പേരെ കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ വിവരിച്ചിട്ടുള്ളത്. ആ 25 ആളുകളിൽ 5 ആളുകൾ അതിപ്രധാനികളായ ഉലുൽ അസ്മ് എന്നറിയപ്പെടുന്ന വിഭാഗത്തിലുള്ളവരാണ്. നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നീ 5 പ്രവാചകന്മാരാണ് ഉലുൽ അസ്മിൽ ഉൾപ്പെടുന്നത് എന്നതൊക്കെ നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു 2 വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് സൂറത്ത് നിസാഇന്റെ 150, 51, 52 ആയത്തുകളിൽ നിന്ന് വായിക്കാൻ കഴിയും. അവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മം ഇരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറുസുലിഹി വയുരീദൂന അൻ യുഫരിഖൂ ബൈനല്ലാഹി വറുസുലിഹി ويقولون نؤمن ببعض ونكفر ببعض ويريدون أن يتخذوا بين ذلك سبيلا أولئك هم الكافرون حقا وأعتدنا للكافرين عذابا مهينا. മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, വേദവിശ്വാസികളിലാണ് അത്തരക്കാരുള്ളത്. അവർ അള്ളാഹുവിലും അവന്റെ റസൂലിലും തരാതരം വിശ്വസിക്കുകയും അവിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. പ്രവാചകന്മാർ അള്ളാഹു അവർക്ക് അനുകൂലമായത് പറയുന്നിടത്ത് വിശ്വസിക്കും, അല്ലെങ്കിൽ അവിശ്വസിക്കും. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രവാചകന്മാരെ അംഗീകരിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യും. തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവരെ അവിശ്വസിക്കുകയും തള്ളിപ്പറയുകയും ചിലരെയൊക്കെ കൊന്നുകളയുകയും മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തവരും അക്കൂട്ടത്തിലുണ്ട്. ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്ഖ. ചില പ്രവാചകന്മാരെ അംഗീകരിക്കുകയും മറ്റുള്ളവരെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുക എന്ന പ്രവണത യഥാർത്ഥ കുഫറിന്റെ ലക്ഷണമാണ്. വഅഅ്തദിനാലിൽ കാഫിരീന അദാബം മുഹീന. അത്തരം പ്രവാചകന്മാർക്കിടയിൽ ചിലരെ അംഗീകരിച്ച് മറ്റു ചിലരെ തള്ളിക്കളയുന്ന കാഫിറുകൾക്കും നിന്ദ്യമായ ശിക്ഷയാണുണ്ടാവുക എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയും, എന്നാൽ മറ്റൊരു വിഭാഗമുണ്ട്, വല്ലദീന ആമനു ബില്ലാഹി വറസുലിഹി. അവർ അള്ളാഹു എന്താണോ പറയുന്നത് അതവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണെങ്കിലും അല്ലെങ്കിലും എതിർപ്പുള്ളതാണെങ്കിലും അംഗീകരിക്കാൻ പറ്റാത്തതാണെങ്കിലും അത് അംഗീകരിക്കാൻ പറ്റുന്നതും അനുകൂലമായതുമായ കാര്യങ്ങൾ അംഗീകരിക്കുന്നത് പോലെ തന്നെ അവർക്കെതിരായി വരുന്നതും അംഗീകരിക്കും. അതുപോലെ വറുസുലിഹി, അവർ പ്രവാചകന്മാർക്കിടയിൽ ഒരു തരത്തിലുള്ള തിരിച്ചു വ്യത്യാസവും കാണിക്കുകയില്ല.
അള്ളാഹു അവർക്ക് നൽകിയ ക്ലാസിഫിക്കേഷൻ ഏറ്റക്കുറവുകൾ പദവിയിലും ആദരവിലുമുള്ള ഏറ്റക്കുറവുകൾ അല്ലാതെ വിശ്വാസി സമൂഹം പ്രവാചകന്മാർക്കിടയിൽ ഒരു തരത്തിലുള്ള തിരിച്ചു വ്യത്യാസവും കാണിക്കുകയില്ല. വലം യുഫർരിഖൂ ബൈന അഹദിൻ മിൻഹും, ഒരു പ്രവാചകനെയും മറ്റുള്ളവരിൽ നിന്ന് അവർ വേർതിരിച്ച് കാണുകയില്ല. അവരാണ് ഉലൈക സൗഫ യുഅ്തീഹിം ഉജൂറഹും, അവർക്കാണ് പരലോകത്ത് അവരുടെ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലമുണ്ടാവുക. വകാനല്ലാഹു ഗഫൂറർ റഹീമ, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാകുന്നു. ഇത്രയും അടിസ്ഥാനമായി പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം കൊണ്ടുവരുന്നത് എന്തിനാണെന്നോ, പ്രവാചകന്മാർക്കിടയിൽ ഒരു പ്രവാചകന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ പ്രത്യേകതകൾ മനുഷ്യപ്രകൃതിയുടെ സ്വാഭാവികതക്കപ്പുറമുള്ള ഇണങ്ങാത്ത അസ്വാഭാവികമായ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ഒരു പ്രവാചകനായിരുന്നു ഈസ അലൈഹിസ്സലാം എന്ന് നമുക്കറിയാം. അദ്ദേഹത്തെക്കുറിച്ച് ക്രൈസ്തവ വിശ്വാസത്തോടുള്ള വിമർശനത്തിന് വേണ്ടിയാണ് അള്ളാഹു ഈ ആയത്ത് ഉപയോഗപ്പെടുത്തിയത്. ഇത് നമ്മൾ ഇവിടെ പറയാനുള്ള രണ്ട് കാരണങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ അതിലേക്ക് വരും. ഈസാ കലീമുല്ലാഹി അലൈഹിസ്സലാമിന് ബാപ്പയില്ലായിരുന്നു എന്നതാണ്, അദ്ദേഹം പിതാവില്ലാതെയാണ് ജനിച്ചത് എന്നതാണ്, അദ്ദേഹത്തിൽ നിന്ന് മനുഷ്യ സാധ്യമല്ലാത്ത പലതരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ കഴിവുകൾ പലതരത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നതാണ്, അദ്ദേഹം അത്ഭുതകരമായി ആകാശലോകത്തേക്ക് ഉയർത്തപ്പെട്ടു എന്നതാണ്, അദ്ദേഹത്തിന് മറ്റൊരു പരിവേഷം, മനുഷ്യനല്ല എന്നൊരു പരിവേഷം നൽകാനും അവസാനം അദ്ദേഹത്തെ ദൈവവും ദൈവപുത്രനും ദൈവാംശവുമായി കണക്കുകൂട്ടാനും അവസാനം അദ്ദേഹത്തെ അള്ളാഹുവെ പോലെ ആരാധിക്കാനും ഒക്കെ ഇടയായത്. വിശുദ്ധ ഖുർആൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഗതി, യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫി ദീനിക്കും ഗൈറൽ ഹഖ് വലാ തത്തബിഉ അഹ്വാഅ ഖൗമിൻ ഖദ് ളല്ലൂ മിൻ ഖബൽ വഅളല്ലൂ കസീറൻ വളല്ലൂ അൻ സവാഇ സബീൽ എന്നാണ്. വേദക്കാരെ, നമ്മളൊരു വേദത്തിന്റെ അനുയായികളാണല്ലോ, നമ്മളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു പറയാണ്, വേദക്കാരെ ലാ തഗ്ലൂ ഫി ദീനിക്കും ഗൈറൽ ഹഖ്, മതവിശ്വാസ മേഖലയിൽ അള്ളാഹു പഠിപ്പിച്ചത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ അപ്പുറത്ത് ഒരു അതിരു കവിയലുണ്ടാവരുത്. വലാ തത്തബിഉ അഹ്വാഅ ഖൗമിൻ ഖദ് ളല്ലൂ മിൻ ഖബൽ, നിങ്ങൾക്ക് മുമ്പ് വേദവിശ്വാസങ്ങൾക്ക് പ്രവാചകന്മാരെ കുറിച്ച് അമിതമായ വിശ്വാസം വെച്ചു പുലർത്തിയ ഒരു സമുദായം വഴിതെറ്റിയിട്ടുണ്ട്. ആ വഴിതെറ്റിയ ആളുകളെ പോലെ നിങ്ങളാവരുത്. അളല്ലൂ കസീറ, അവർ ഒരുപാട് ആളുകളെ പിഴപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല വളല്ലൂ അൻ സവാഇ സബീൽ, ശുദ്ധപാന്താവിൽ നിന്ന് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് അവർ ബഹുദൂരം പിഴച്ചു പോകാൻ ഇടയായിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇക്കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന ഒരു സദസ്സിൽ ചില പെൺകുട്ടികൾ, ചെറിയ പെൺകുട്ടികൾ അദ്ദേഹത്തെ പുകഴ്ത്തി പാടിക്കൊണ്ടിരുന്നതിനിടയിൽ അറിയാതെ അവരിൽ നിന്ന് വന്നുപോയി, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദീ, നാളെ എന്താണ് നടക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾക്ക് പേടിക്കാനില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അവിടെ നിർത്ത്, അത് പറയാൻ പാടില്ല. ഖുലൂബി ഖൗലിക്കും ഔ ബിബഅദി ഖൗലിക്കും, നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഉള്ളത് പറയാം, അല്ലെങ്കിൽ ഉള്ളതിൽ ചിലതൊക്കെ പറയാം, പക്ഷേ ഇന്നമാന അബ്ദുല്ലാഹി വറസൂലു, ഞാൻ അള്ളാഹുവിന്റെ ഒരു അടിമയാണ്, ഒരു സാധാരണ അടിമയാണ്, അതിനപ്പുറം ഒരു പ്രവാചകനാണ് ഞാൻ എന്നത് മാത്രമാണ് പ്രത്യേകത. അതിനപ്പുറത്തേക്ക് എന്നെ കൊണ്ടുപോകരുത്. ലാ തതുറൂനി കമാ തറത്തിൻ നസാറാ ഇബ്നു മറിയം, ഈസാ അലൈഹിസ്സലാമിനെ ക്രൈസ്തവർ പുകഴ്ത്തി ദൈവതുല്യരാക്കിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്നത് ഈസാ അലൈഹിസ്സലാമിന്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മളെ പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ മസ്ജിദ് നബവിയുടെ ദാരുണമായ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞു, നബിയെ, അബിസീനിയയിലൊക്കെ
ക്രൈസ്തവരുടെയൊക്കെ ചർച്ചിന് എന്തോ ഒരു അലങ്കാര പണികളാണ്, എന്തെല്ലാം മനോഹാരിതകളാണ് അതിനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ പള്ളി നോക്കാനും മേയാനും കൂടി നമുക്ക് സ്ഥലമില്ല, പിന്നെ മൗപ്പില്ല, മണ്ണെണ്ണ വിളക്ക് കത്തിക്കാനും മണ്ണെണ്ണ കിട്ടാനില്ല, എന്തോ ഒരു കഷ്ടപ്പാടിലാണ് നമ്മൾ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയല്ല, ഇന്നഹും ഇദാ മാതു ഫീഹിം റജുലൻ സ്വാലിഹൻ ബനൂ അലാ ഖബ്രിഹിം മസ്ജിദാ സുമ്മ തഖഫു ഫീഹി ഉലൈക സിറാറുൽ ഖൽഖ് ഇൻദല്ലാഹ്. പലതും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സംഗതിയാണ്. ഞാൻ അതാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതെന്റെ കുറ്റമല്ല എന്നർത്ഥം. ഇന്നഹും ഇദാ മാതു ഫീഹിം റജുലൻ സ്വാലിഹൻ, ക്രൈസ്തവര അതിന്റെ പണ്ടുകാലം മുതൽ അവർക്കിടയിൽ നല്ലവരായി ജീവിച്ച ഒരു വേണ്ടപ്പെട്ടയാള് മരണപ്പെട്ടാൽ, ഒരു ഔലിയാപ്പാപ്പ മരണപ്പെട്ടാൽ, ബനൂ അലാ ഖബ്രിഹിം മസ്ജിദ, ആ ഖബർ നിൽക്കുന്നിടത്ത് അതിന് ചുറ്റുപാടുകളിൽ അവർ ആരാധനാ കേന്ദ്രമുണ്ടാക്കും. സുമ്മ ഇഅ്തഖഫു ഫീഹി, അതിനെ അവർ അലങ്കരിച്ച് മനോഹരമാക്കും. സുമ്മ ഇഅ്തഖഫു ഫീഹി, എന്നിട്ട് അവരവിടെ തീർത്ഥാടനം നടത്തും, അവരവിടെ ഭജന നടത്തും, അവരവിടെ സിയാറത്ത് നടത്തും. ഉലൈക സിറാറുൽ ഖൽഖ് ഇൻദല്ലാഹ്, അല്ലാഹുവിങ്കിൽ ഏറ്റവും നികൃഷ്ടരായ മനുഷ്യർ, ഏറ്റവും മോശപ്പെട്ട മനുഷ്യർ, ദുഷ്ടരായ മനുഷ്യർ അവരാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാര്യം ആദം അലൈഹിസ്സലാം ആയിരുന്നു അങ്ങനെയാണെങ്കിൽ ആരാധിക്കപ്പെടേണ്ടത്. ഈസാ അലൈഹിസ്സലാമിന് ഉമ്മയെങ്കിലും ഉണ്ടല്ലോ. അവിടെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന സംഗതി. ആദം അലൈഹിസ്സലാമിനോടാണ് ഈസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പരിചയപ്പെടുത്തിയത്. ഇന്ന മസല ഈസാ കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ തുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. ഈസാ അലൈഹിസ്സലാം പിതാവില്ലാതെ ജനിച്ചതാണ് നിങ്ങൾക്ക് അദ്ദേഹത്തെ ദൈവമാക്കാൻ തോന്നിയത് എങ്കിൽ അതുപോലെ തന്നെയാണ് ആദമിന്റെ അവസ്ഥയും. അദ്ദേഹത്തിന് പിതാവും ഉണ്ടായിരുന്നില്ല, മാതാവും ഉണ്ടായിരുന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തെ വീണ്ടും വണ്ണം പരിഗണിക്കാതെ പോകുന്നതാണ്, അള്ളാഹുവിന്റെ കഴിവുകളെ വീണ്ടും വണ്ണം മനസ്സിലാക്കാതെ പോകുന്നതാണ് വിഗ്രഹാരാധനയിലേക്കും ബഹുദൈവാരാധനയിലേക്കും അള്ളാഹുവിന് പുറമെ അള്ളാഹുവിങ്കിലേക്ക് അടുപ്പിക്കാനുള്ള മറ്റു സൃഷ്ടികളിലേക്കും ഒക്കെ നമ്മുടെ വിശ്വാസ മേഖലയിൽ നിന്ന് ചിലരെങ്കിലും വഴിതിരിഞ്ഞു പോകുന്നത് എന്നർത്ഥം. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. ആദമിനെ പടച്ചത് അള്ളാഹു പറഞ്ഞപ്പോ വഖുലിഖ ആദമു മിമ്മാ വുസിഫ ലക്കും എന്നാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആദം മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഹവ്വയാവട്ടെ ആദം അലൈഹിസ്സലാമിന്റെ വാരിയലിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ്. രണ്ടു തരം സൃഷ്ടിപ്പായി. ഈസയാവട്ടെ പിതാവില്ലാതെ മാതാവിൽ നിന്ന് മാത്രം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടയാളാണ്. മറ്റു മനുഷ്യരാവട്ടെ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണ്. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിൻ മാഇൻ ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി വമിൻഹും മൻ യംശി അലാ റിജ്ലൈനി വമിൻഹും മൻ യംശി അലാ അർബഇൻ യഖ്ലുഖുല്ലാഹു മാ യശാ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ജലം അടിസ്ഥാനപ്പെടുത്തിയാണ് സകല ജീവികളെയും അള്ളാഹു പടച്ചിട്ടുള്ളത്. അതിൽ വയറുകൊണ്ട് ഉരഞ്ഞു ജീവിക്കുന്ന, നിരങ്ങി ജീവിക്കുന്ന പടപ്പുകളുണ്ട്. 2 കാലിൽ നടക്കുന്നവരുണ്ട്, 4 കാലിൽ നടക്കുന്നവരുണ്ട്. യഖ്ലുഖുല്ലാഹു മാ യശാ, ഏത് രൂപത്തിൽ പടക്കണം എന്നാണോ അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ പടക്കാൻ അള്ളാഹുവിന് കഴിവുറ്റവനാണ്. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹുവിന് നമ്മുടെ സ്വഭാവവും നമ്മൾ മനസ്സിലാക്കിയ പ്രകൃതിയും അള്ളാഹുവോട് ചേർത്ത് വെച്ച് വായിക്കാതെ അള്ളാഹുവിന്റെ പ്രകൃതിയെ അങ്ങനെ തന്നെ കാണാൻ സാധിക്കുന്നിടത്ത് അള്ളാഹുവിലേക്കാണ് നമ്മുടെ ആരാധനകൾ തിരിഞ്ഞു പോവുക. മറിയം റളിയല്ലാഹു തആല അൻഹ അവരുടെ താമസ സ്ഥലത്ത് അവരുടെ സംരക്ഷകനായിരുന്ന സക്കരിയ അലൈഹിസ്സലാം അവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവരുടെ അരികിൽ പുതിയ ഭക്ഷണം വേറെ ഉണ്ടാകും. എവിടെ നിന്നാണ് എനിക്ക് ഈ ഭക്ഷണം എന്ന് ചോദിക്കുമ്പോൾ എല്ലായ്പ്പോഴും ചോദിച്ചാലും മറിയം റളിയല്ലാഹു തആല അൻഹ ഹുവ മിൻ ഇൻദില്ലാ, റബ്ബ് തന്നതാണ് എന്നാണ്. റബ്ബ് തന്നതാണ്.
അപ്പോ സക്കരിയ അലൈഹി ഇസ്ലാമിന്റെ മുമ്പിൽ ഒരു അത്ഭുതം ഇങ്ങനെ, ഒരു വലിയത്ത് ഇങ്ങനെ, ഒരു മഹദി ഇങ്ങനെ, ഒരു ബീവി ഇങ്ങനെ നിലനിൽക്കുകയാണ്. ആ ബീവിക്ക് ആകാശ ലോകത്തുനിന്ന് അദൃശ്യമായ മാർഗത്തിലൂടെ ഭക്ഷണം നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കൺകെട്ടോ മായാജാല പ്രകടനമോ അല്ല. ആ ഭക്ഷണം അവർ കഴിക്കുന്നു, കുടിക്കുന്നു, സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് അവർ കാണുന്നു. സ്വാഭാവികമായും വയസ്സായിട്ടും മക്കളില്ലാതിരുന്ന സക്കരിയ അലൈഹിസ്സലാം നമ്മുടെ നാട്ടിലെ മതവിശ്വാസികളെ പോലെയാണെങ്കിൽ മറിയം റളിയല്ലാഹു തആല അൻഹയെ ബീവിയായി കണ്ട്, വലിയത്തായി കണ്ട് അവരോടൊരു കുഞ്ഞിനെ ചോദിക്കുമായിരുന്നു. എല്ലാം കൂടി കൂട്ടി വായിച്ചാലാണ് നമുക്ക് തൗഹീദ് കൃത്യമായി മനസ്സിലാവുക എന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷേ സക്കരിയ അലൈഹിസ്സലാമിന് മനസ്സിലായത്, വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി സുരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉ ദുആ. അല്ലാഹുവേ, മറിയമിന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നത് നീയാണെന്ന് എനിക്കറിയാം, നീ അതിന് കഴിവുറ്റവരാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ആ നിനക്ക് എനിക്കൊരു കുഞ്ഞിനെ തരാനും കഴിയുമല്ലോ പടച്ചോനെ, എനിക്കൊരു കുഞ്ഞിനെ തരണമേ എന്ന് കൂടുതൽ ആഴത്തിൽ തൗഹീദ് ഉറപ്പിക്കുവാനാണ് അദ്ദേഹത്തിന് ആ സന്ദർഭം അദ്ദേഹം ഉപയോഗിച്ചത്. എന്നാൽ നമ്മൾ ഇന്ന് ഒരു വിഭാഗത്തെ കുറ്റം പറയുകയും ആ വിഭാഗത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലല്ലോ, തത്തബിഅന്ന സനന മൻ കാന ഖബലകും സിബ്റൻ ബിസിബ്റിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലു ജുഹറ ലുബ്ബിൻ ലദഖൽതും ഫീ. മുൻ സമുദായങ്ങളിൽ ചിലതിന്റെ ചീത്ത നടപടിക്രമങ്ങളെ, ചീത്ത മാതൃകകളെ നിങ്ങൾ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിന്തുടരുന്ന അവസ്ഥ വരും. സംഭവിക്കണില്ലേ നോക്കാണ്. അത് തന്നെയല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ലാ തഖൂമു സ്സാഅതു ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ വഹത്താ തഅബുദൽ ലാത്ത വൽ ഉസ്സ വഹത്താ തഅബുദൽ ഔസാൻ എന്നിങ്ങനെ റിപ്പോർട്ടുകൾ കാണാം. ലാ തഖൂമു സ്സാഅ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ. ഈ സമുദായത്തിലെ ഒരു വിഭാഗം ബഹുദൈവ വിശ്വാസികളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളുമായി സഹകരിക്കുകയും അതുപോലെ ആയിത്തീരുകയും ചെയ്യുന്ന കാലം വരാതെ വഹത്താ തഅബുദൽ ഔസാൻ, ഈ സമുദായം നേർക്ക് നേരെ ഇതിൽ നിന്നൊരു വിഭാഗം വിഗ്രഹാരാധകരായി മാറുന്നതുവരെ ഖിയാമത്ത് സംഭവിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചത് നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമുക്ക് ചിലരൊക്കെ മനസ്സിലാക്കൽ നിർബന്ധമായി വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്, വമാ ഖതലൂഹു വമാ സ്വലബൂഹു, അവർക്ക് അദ്ദേഹത്തെ കൊല്ലാനും കഴിഞ്ഞിട്ടില്ല, അവർക്ക് അദ്ദേഹത്തെ കുരിശിലേറ്റാനും കഴിഞ്ഞിട്ടില്ല. വമാ ഖതലൂഹു യഖീനാ, ഉറപ്പായി നിങ്ങൾ വിശ്വസിച്ചോളൂ, അവർക്ക് അദ്ദേഹത്തെ കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല. ബർറഫഅഹുല്ലാഹു ഇലൈഹി, അല്ലാഹു അദ്ദേഹത്തിന്റെ ജനനം ഏതു പ്രകാരത്തിൽ അത്ഭുതമായിരുന്നുവോ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ, സംഭവങ്ങൾ ഏത് പ്രകാരം അത്ഭുതമായിരുന്നുവോ അതുപോലെ അല്ലാഹു അദ്ദേഹത്തെ ഭൂമിയിൽ നിന്ന് ആകാശ ലോകത്തേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. ഇന്നലെ വൈകുന്നേരത്ത് യാദൃശ്ചികമായി സംസാരിക്കുന്ന ഒരു ക്രൈസ്തവ സഹോദരനിൽ നിന്ന് യാദൃശ്ചികമായി വന്നൊരു സംഗതി എന്താ അറിയോ? ഞങ്ങൾ അദ്ദേഹം ഇറങ്ങി വരുന്നത് കാത്തിരിക്കുന്ന വിഭാഗമാണ്, അദ്ദേഹത്തിന്റെ പേരിൽ ആഘോഷങ്ങൾ നടത്തുന്ന വിഭാഗമല്ല. സത്യം അവിടെ ഇപ്പോഴുമുണ്ട് എന്നർത്ഥം. മഗ്രിബിന് പള്ളിയിലേക്ക് പോകുമ്പോ പള്ളിയുടെ മുമ്പിൽ വെച്ച് യാദൃശ്ചികമായി എന്തേ പള്ളി പോകണില്ലേ എന്ന് ചോദിച്ചപ്പോ കിട്ടിയത് എന്തിന്? ഞങ്ങൾ ആ വിഭാഗത്തിൽ പെടില്ല. ഞങ്ങൾ ഈസാ നബി നിങ്ങൾ പറയുന്ന യേശു ക്രിസ്തു ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്ന വിഭാഗക്കാരാണ്. ഈ ആഘോഷവും ഞങ്ങളുമായിട്ട് ബന്ധമില്ല എന്ന് എന്നോട് പ്രിയപ്പെട്ട അയൽവാസികളിൽപ്പെട്ട ഒരാള് ഇന്നലെ വൈകുന്നേരം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ അറിയോ? പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത്, ഇത് ഖാലല്ലാഹു യാ ഈസാ ഇന്നി മുതവഫീക വറാഫിഉക ഇലയ്യ വമുതഖിറുക മിനല്ലദീന കഫറു. നാം ഈസാ നബിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യാ ഈസാ ഇന്നി മുതവഫീക, താങ്കളെ ഞാൻ പിടിച്ചെടുക്കും, വറാഫിഉക ഇലയ്യ, നാം താങ്കളെ നമ്മുടെ അരികിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകും, വമുതഖിറുക മിനല്ലദീന കഫറു, ഏത് അവിശ്വാസികൾ എന്തെല്ലാം അപവാദങ്ങളും ആരോപണങ്ങളും പറഞ്ഞാലും അതെല്ലാം ഇല്ലാതാക്കുന്ന രൂപത്തിൽ താങ്കളുടെ വിശുദ്ധമായ പാരമ്പര്യം, ഓർമ്മ നാം ലോകത്ത് നിലനിർത്തുക തന്നെ ചെയ്യും. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഒരൊറ്റ
ഒരൊറ്റ സമുദായത്തിൽ ആ സമുദായത്തിൽ ഒരാളും ബാക്കിയുണ്ടാവുകയില്ല. ഇല്ലാ ലയുഅ്മിനന്ന ബിഹി ഖബ്ല മൗതിഹി വയൗമൽ ഖിയാമത്തി യകൂന അലൈഹിം ഷഹീദ. ഈസാ അലൈഹിസ്സലാമിന്റെ സത്യത അംഗീകരിക്കാത്ത ഒരു വിശ്വാസിയും ഇല്ലാത്ത കാലം വന്നതിന് ശേഷം മാത്രമേ ഖിയാമത്ത് സംഭവിക്കുകയുള്ളൂ. വഇന്നഹു ലഇൽമുൻ ലിസ്സാഅത്തി ഫലാ തംതറുന്ന ബിഹാ. എല്ലാം വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളാണ്. വഇന്നഹു ലഇൽമുൻ ലിസ്സാഅ. അദ്ദേഹം ഖിയാമത്തിന്റെ അടയാളങ്ങളിലൊന്നാണ്. അന്ന് അദ്ദേഹം ഇറങ്ങി വരും. അന്ന് അദ്ദേഹം വല്ലാഹി ലയൻസിലു അലൈക്കും ഇബ്നു മറിയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വല്ലാഹി ലയൻസിലു അലൈക്കും ഇബ്നു മറിയം, ആകാശ ലോകത്ത് നിന്ന് താഴേക്ക് ഇറങ്ങുന്നതിനാണ് അറബി ഭാഷയിൽ നസല യൻസിലു എന്ന് പറയുക. വല്ലാഹി ലയൻസിലന്ന അലൈക്കും ഇബ്നു മറിയം, ഇബ്നു മറിയം, മറിയമിന്റെ മകൻ ഈസാ കലീമുല്ലാഹ് റൂഹുല്ലാഹ് ആകാശ ലോകത്തുനിന്ന് ഇറങ്ങി വരിക തന്നെ ചെയ്യും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിലെ രണ്ട് വാക്കുകളാണ്. അതിലൊന്ന് ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂഹു ഹാദാ സിറാത്തും മുസ്തഖീം എന്നത് പരിശുദ്ധ ഖുർആനിൽ പല ആവർത്തിച്ച് വന്നത് ഈസാ നബിയുടെ വാക്കുകളായിട്ടാണ് എന്നത് മുഅ്മിനീങ്ങൾ പ്രത്യേകം ഉൾക്കൊള്ളണം. ഈസാ അലൈഹിസ്സലാമാണ് ആരാധിക്കപ്പെടുന്നത്. പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് തന്നെ അള്ളാഹു പറയിപ്പിച്ചത് വഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും, അള്ളാഹു എന്റെയും നിങ്ങളുടെയും റബ്ബാണ്. ഫഅബ്ദൂഹു, ആ റബ്ബിനെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്, ആ അവനെ മാത്രമായി നിങ്ങളും ആരാധിക്കുവിൻ. ഹാദാ സിറാത്തും മുസ്തഖീം, അതാണ് മുസ്തഖീമായ മാർഗം. എന്താ നമ്മുടെ പ്രാർത്ഥന? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം അല്ലേ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അദ്ദേഹത്തെ കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയിപ്പിച്ചു ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിസ്സാലിമീന മിൻ അൻസാർ. അല്ലാഹു ഈസാ അലൈഹിസ്സലാമിനെ കൊണ്ട് തന്നെ നമ്മളോട് പറയിപ്പിച്ചിട്ടുണ്ട്. ഇന്നഹു, കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവമായത് മൻ യുശ്രിക് ബില്ലാഹി, റബ്ബിന് പങ്കു ചേർക്കുന്നത് ആരാണെങ്കിലും ശരി, ആരെ പങ്കു ചേർത്താലും ശരി, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവർക്ക് സ്വർഗമുണ്ടാവില്ല. അവർക്ക് സ്വർഗം ഹറാമാണ്, നിഷിദ്ധമാണ്. വമഅവാഹുൻ നാർ, നരകമായിരിക്കും അവരുടെ സങ്കേതം. വമാ ലിസ്സാലിമീന മിൻ അൻസാർ, ആ അക്രമികൾക്ക് ഒരു തരത്തിലുള്ള സഹായികളും ഉണ്ടാവില്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഓരോ സംഭവങ്ങളും ഓരോ സന്ദർഭങ്ങളും ആഴത്തിൽ അപഗ്രഥിച്ചാൽ നമ്മൾ എത്തിച്ചേരുന്നത് പരിശുദ്ധ തൗഹീദിന്റെ ഉള്ളറകളിലേക്കായിരിക്കും. അതിന്റെ പുറംമോടിയിൽ നിന്ന് മാറി നിന്ന് അതിന്റെ ഉള്ളറകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എല്ലാം പഠിക്കുന്നവരാവണം, കേൾക്കുന്നവരാവാതെ പഠിക്കുന്നവരായി, മനസ്സിലാക്കുന്നവരായി, അപഗ്രഥിക്കുന്നവരായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ എന്ന് സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അല്ല, നിങ്ങൾക്ക് ഖുർആൻ ഒന്ന് വിശകലനം ചെയ്തൂടെ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അതോ നിങ്ങളുടെ മനസ്സിൽ വല്ല പൂട്ടുമുണ്ടോ? ഇത് തുറക്കാൻ പാടില്ലാത്ത രൂപത്തിൽ പൂട്ടിയിട്ടിരിക്കുകയാണോ? അല്ല. അപ്പോ വിശാലമായ തൗഹീദിന്റെ സത്യസന്ദേശത്തിലേക്ക് ജനങ്ങളെ വിളിച്ചവരാണ് മുഴുവൻ പ്രവാചകന്മാരും. ഒന്നൊഴിയാതെ വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനേ ആരാധനക്കർഹനായിട്ടുള്ളൂ, മറ്റൊരാളുമില്ല, അതുകൊണ്ട് എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയാൻ നിർദ്ദേശിക്കപ്പെട്ടുകൊണ്ടല്ലാതെ ഒരു പ്രവാചകനും നിയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് നമ്മൾ ആത്മാർത്ഥമായി ആഴത്തിൽ ഉൾക്കൊണ്ട് മരിച്ചാലും വിടാതെ ജീവന്റെ ജീവനായ തൗഹീദിനെ മനസ്സിലേറ്റിക്കൊണ്ട് ജീവിക്കാനും മരിക്കാനും അത് പ്രബോധനം ചെയ്യാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുമുള്ള സന്നദ്ധതയുണ്ടാവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്
الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله وسلم على نبينا وحبيبنا محمد الأمين وآله وصحبه أجمعين أما بعد أيها الإخوان اتقوا الله وكونوا عباد الله ബഹുമാന്യരെ അള്ളാഹുവിൻ്റെ വിനീത വിധേയരായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ട അനുയായികളായി ജീവിക്കാനും മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആന്റെ സൂറത്ത് ആല ഇമ്രാന്റെ അവസാന ഭാഗത്തൊരു വചനമുണ്ട്. ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറ വഇൻ തത്തഖൂ വതസ്ബിറൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ പലതരത്തിൽ പരീക്ഷിക്കപ്പെടും. അതൊരു പക്ഷേ നിങ്ങളുടെ ശരീരം കൊണ്ടാവാം ആ പരീക്ഷണങ്ങൾ ഉണ്ടാവുക, അതല്ലെങ്കിൽ തുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരങ്ങളിലോ സമ്പത്തിലോ ആവാം. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും, നിങ്ങളുടെ മുമ്പുള്ള വേദക്കാരിൽ നിന്ന് നിങ്ങൾക്ക് അപമാനവും പരിഹാസവും ആക്ഷേപവും ഏൽക്കാനിടയുണ്ട്. വമിനല്ലദീന അശ്റകൂ, ബഹുദൈവ വിശ്വാസികളിൽ അദൻ കസീറ, ധാരാളക്കണക്കിന് ഉപദ്രവങ്ങൾ, ആപത്തുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. വഇൻ തസ്ബിറൂ വതത്തഖൂ, നിങ്ങൾ ക്ഷമിക്കുവീൻ. വതത്തഖൂ, തഖ്വയുള്ളവരാകുവീൻ. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അതാണ് കാര്യങ്ങളിൽ ഏറ്റവും നല്ലത്. ഓരോ നിയമങ്ങൾ ഇങ്ങനെ ചുട്ടെടുക്കപ്പെടുകയാണ്. ഒരു സമുദായത്തെ ലക്ഷ്യം വെച്ച് എങ്ങനെയൊക്കെയാണോ അവരെ ഇല്ലാതാക്കാൻ കഴിയുക, ഏത് രൂപത്തിലാണ് അവരെ തകർത്തെറിയാൻ കഴിയുക, ഒന്നുമല്ലാതാക്കാൻ കഴിയുക എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഭരണവ്യവസ്ഥയ്ക്ക് കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, കാലങ്ങളായി, നൂറ്റാണ്ടുകളായി ഈ സമുദായത്തിന്റെ രക്ഷക്കും ഇതിന്റെ നിലനിൽപ്പിനും ഇതിന്റെ മതസ്ഥാപനങ്ങൾക്കും ഇതിന്റെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്കും വേണ്ടി സന്മനസ്സുള്ള നല്ലവരായ മനുഷ്യന്മാർ മാറ്റിവെച്ച സമ്പത്തിനെ കേവലമായ തട്ടുമുട്ട് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് കയ്യേറാനുള്ള ശ്രമം നടക്കുന്നു എന്ന് നമുക്കറിയാം. വഖഫ് നിയമങ്ങളെ നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. തൽക്കാലം ആ നിയമം നടപ്പാക്കരുത്, അടുത്ത ഒരു ഉത്തരവുണ്ടാകുന്നത് വരെ എന്ന് ഇന്ത്യയിൽ പരമോന്നത നീതിപീഠത്തിന്റെ വിധി ഇന്നലെ വന്നതും നമുക്കറിയാം. മുഅ്മിനീങ്ങളെ, നമ്മുടെ മുമ്പിലുള്ള ഒരു ബാധ്യത, ഇത് അവിടെയാണ് ഇവിടെയാണ്, അത് നമ്മളെ ബാധിക്കുകയില്ല എന്ന കേവലമായ അബദ്ധധാരണക്കപ്പുറം, അത് നമ്മളെ മുച്ചൂടും ഈ സമുദായത്തിന്റെ മുഴുവൻ സമ്പത്തിനെയും ഇല്ലാതാക്കാൻ പോകുന്ന ഒരു മാരക പ്രഹരശേഷിയുള്ള ആയുധമാണ് എന്ന് തിരിച്ചറിഞ്ഞ് നിലവിലുള്ള ഭരണവ്യവസ്ഥയിൽ, നീതിന്യായ വ്യവസ്ഥയെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് കോടതിയും വ്യവഹാരങ്ങളുമായി ജനാധിപത്യ ക്രമത്തിന് പൂർണ്ണമായി വിധേയരാവുന്നതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന, നമ്മൾ കയ്യുയർത്തിയാൽ നമ്മുടെ കൈവെള്ളയിലേക്ക് നമ്മൾ ചോദിച്ചത് വെച്ചു തരാമെന്നേറ്റ അർഹമുർറാഹിമീനായ റബ്ബിലേക്ക് കയ്യുയർത്തേണ്ടുന്ന സമയമാണിത്. അർഹമുർറാഹിമീനായ റബ്ബിലേക്ക് നമ്മുടെ നമസ്കാരങ്ങൾക്ക് ശേഷം, ജമാഅത്തുകൾക്ക് ശേഷം, തഹജ്ജുദിന് ശേഷം കയ്യുയർത്തിയിട്ട് ഈ സമുദായത്തിന്റെ നിലനിൽപ്പ് അവതാളത്തിലാക്കുന്ന എല്ലാ തരത്തിലുള്ള വിഷമങ്ങളിൽ നിന്നും പ്രതിബന്ധങ്ങളിൽ നിന്നും ഈ സമുദായത്തെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവണം. വൈയക്തികമായും പരസ്പരം കൂട്ടിച്ചേരുമ്പോഴും ജമാഅത്ത് നമസ്കാരങ്ങൾക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയത്തുമൊക്കെ പ്രത്യേകമായി നടത്തേണ്ടുന്ന പ്രാർത്ഥന നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ കേട്ടല്ലോ. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഞാൻ തീരുമാനിച്ചാൽ നടപ്പാവാത്തത് യാതൊന്നുമില്ല. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. വിശ്വാസികളെ സഹായിക്കുമെന്നത് നാം അവർക്ക് നൽകിയ വാക്കാണ്. ഇന്നാല നൻസുറു റുസുലനാ വല്ലദീന ആമനു ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. നമ്മുടെ പ്രവാചകന്മാരെയും ആ പ്രവാചകന്മാരിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന സത്യവിശ്വാസികളെയും നാം സഹായിക്കുക തന്നെ ചെയ്യും. വഖാല റബ്ബുകും ഉദ്ഉനി
അസ്തജിബ് ലക്കും, എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുവീൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് നിങ്ങളുടെ റബ്ബിദാ നിങ്ങളോട് പറയുന്നു. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദാഇ ഇദാ ദഅാൻ, ഞാൻ നിങ്ങളുടെ സമീപസ്ഥനാണ്. എന്നെ വിശ്വസിച്ച് എന്നോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്നിതാ ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നിരിക്കുന്നു. നമ്മുടെ വൈയക്തികമായ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അതങ്ങനെ തന്നെ തുടരട്ടെ. അതോടൊപ്പം ഈ സമുദായത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തറൽ മുഅ്മിനീന ഫീ തവാദുഹിം വതറാഹുമിഹിം വതആതുഫിഹിം കമസലിൽ ജസദിൽ വാഹിദ് ഇദാ ഇസ്തകാ മിൻഹു ഉളുവുൻ തദാഅ ലഹു സായിറുൽ അഅ്ളാഇ ബിസ്സഹരി വൽ ഹുമ്മ. ഈ സമുദായം ഒരൊറ്റ ശരീരമാണ്, ഒരൊറ്റ ശരീരം കണക്കെയാണ്. ഇതിന് പരസ്പരമുള്ള സ്നേഹവും വാത്സല്യവും അനുകമ്പയും. ഇതിലേതെങ്കിലും ഒരു അവയവത്തിന് നേരിയൊരു പോറലേറ്റാൽ ഈ അവയവം, ഈ സമുദായം മുഴുവൻ, ഈ സമുദായ ശരീരം മുഴുവൻ ആ ഒരു അവയവത്തിന്റെ വേദന മാറ്റുവാൻ വേണ്ടി കണ്ണീരൊലിപ്പിച്ച് ഉറക്കം വിളച്ച് പനിച്ച് കൂടെയിരിക്കും. അതാണ് ഈ സമുദായം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അൽ മുസ്ലിമു ലിൽ മുസ്ലിമി കൽ ബുൻയാൻ യസുദ്ദു ബഅ്ളഹു ബഅ്ളാ. ഇതൊരൊറ്റ കെട്ടിടമാണ് ഈ സമുദായം. ഓരോ ഇഷ്ടികയും മറ്റേ ഇഷ്ടികകൾക്ക് ബലം കൊടുക്കാനുള്ളതാണ്. അതാണ് ഈ സമുദായത്തിന്റെ പ്രത്യേകത. അപ്പൊ സമുദായത്തിന് വരുന്ന ദുരന്തം, സമുദായത്തിന് വരുമെന്ന് ഭയപ്പെടുന്ന ദുരന്തത്തെ പ്രതിരോധിക്കാനുള്ള ഒരേ ഒരു മാർഗം മൂർത്തമായ ആത്മാർത്ഥമായ കളങ്കരഹിതമായ മനസ്സിൽ തട്ടിയ കണ്ണീര് ഉയർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനകളാണെന്ന് തിരിച്ചറിയുക, അത് ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സമുദായത്തെ അള്ളാഹുവെ ഞങ്ങളെ തൗഹീദിലും സുന്നത്തിലും അണുവിട തെറ്റാതെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള തൗഫീഖ് നൽകണമേ റഹ്മാനെ. ശിർക്കും അതുമായി ബന്ധപ്പെട്ട പിഴച്ച വിശ്വാസങ്ങളിൽ നിന്നും ബഹുകാലം അകന്നു നിൽക്കാനുള്ള ഈമാനും തഖ്വയും നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ പ്രവാചകന്മാരെ മുഴുവനും യഥാർത്ഥ രൂപത്തിൽ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, അവരുടെ സത്യസന്ധതയും മാതൃക യോഗ്യതയും ഒക്കെ അതുപോലെ തന്നെ അംഗീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ ഞങ്ങൾ ഇടം നൽകണമേ റഹ്മാനെ. വഴിവിട്ടുപോയ അബദ്ധധാരണകളാലുള്ള എല്ലാ വിശ്വാസ വൈകല്യങ്ങളിൽ നിന്നും ഞങ്ങളെയും ഈ സമുദായത്തെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. ഈ സമുദായം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ഭീഷണികളിൽ നിന്നും, ഒറ്റപ്പെടലുകളിൽ നിന്നും, ബഹിഷ്കരണങ്ങളിൽ നിന്നും, സമുദായത്തിനെതിരെ വരുന്ന എല്ലാ തരത്തിലുള്ള കിരാത നിയമങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബേ, നീയല്ലാതെ ഞങ്ങൾക്ക് രക്ഷയില്ല. നിന്നോടല്ലാതെ ഞങ്ങൾക്ക് ചോദിക്കാൻ ഒരിടമില്ല. നിന്നിലേക്കല്ലാതെ അഭയം തേടാൻ ഒരു കേന്ദ്രവുമില്ല. അല്ലാഹുവേ, ഞങ്ങളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും ഞങ്ങളുടെ വിറയാർന്ന കൈകളും നിന്നിലേക്കല്ലാതെ ഉയർത്താനില്ല റഹ്മാനെ. മാപ്പാക്കണമേ റഹ്മാനെ. ഈ സമുദായത്തിന്റെ ഇസ്സത്ത് കളങ്കപ്പെടാതെ കാത്തിരക്ഷിക്കണമേ റഹ്മാനെ. ഈ സമുദായത്തിന്റെ ഇസ്സത്തിന് നേരെ വെല്ലുവിളികൾ ഉയർത്തുന്നവർക്ക് അവരെ ഭിന്നിപ്പിക്കണമേ റഹ്മാനെ. അവരുടെ ശക്തി നശിപ്പിക്കണമേ റഹ്മാനെ. അവർക്കുമേൽ ഈ സമുദായത്തിന് ഇസ്സത്ത് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. സമുദായ മനസ്സിനെ സമുദായത്തിന്റെ നന്മയിൽ ഒരുമിക്കാൻ വേണ്ടി ഐക്യമുള്ളതാക്കണമേ റഹ്മാനെ. ഈ സമുദായത്തിന്റെ പണ്ഡിതന്മാർക്കും ഇതിന്റെ നേതാക്കന്മാർക്കും ഇതിന്റെ പ്രവർത്തകർക്കും കലിമത്ത് തൗഹീദിനും തിരുസുന്നത്തിനും വേണ്ടി ഒരുമിച്ച് നിൽക്കാനുള്ള തൗഫീഖും സന്മനസ്സും നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ സ്വാലിഹായ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി തരയണമേ റഹ്മാനെ. ചെറുതും വലുതുമായ രോഗങ്ങൾ ശിഫയാക്കി തരയണമേ റഹ്മാനെ. എല്ലാ തരത്തിലും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികൾക്ക് മർഹമത്തും മഗ്ഫിറത്തും നൽകണമേ റഹ്മാനെ. എല്ലാ തരത്തിലുമുള്ള ലഹരിയുടെ പിടിയിൽ നിന്നും, എല്ലാ തരത്തിലുള്ള ദുസ്വഭാവങ്ങളിൽ നിന്നും ഞങ്ങളുടെ യുവതലമുറയെ കാത്ത് രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.
اغفر لنا ذنوبنا وخطايانا يا غافر المذنبين توفنا مسلمين والحقنا بالصالحين وصلى الله وسلم على محمد